കെ.എസ്.ആർ.ടി.സി പാക്കേജിൽ ഗവിക്ക് യാത്ര പോയ വിനോദയാത്രാ സംഘം വനത്തിൽ കുടുങ്ങി. 38-അംഗ സംഘമാണ് ബസ് കേടായതിനെ തുടർന്ന് വനത്തിൽ കുടുങ്ങിയത്. ബസ്സിന് സാങ്കേതിക തകരാറാണെന്നും പരമാവധി വേഗത്തിൽ യാത്രക്കാരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നും കെ.എസ്.ആർ.ടി.സി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ പറഞ്ഞു. എന്നാൽ യാത്രക്കാരെ തിരികെ എത്തിക്കാൻ പകരം പറഞ്ഞുവിട്ട ബസ്സും പ്രശ്നത്തിലായി. വിവരങ്ങളുമായി മിഥുൻ മുരളി ചിരിയാണ്. മിഥുൻ, മണിക്കൂറുകളായി വനത്തിൽ അകപ്പെട്ട ഒരു ദുരിതാവസ്ഥയിലാണ് യാത്രക്കാർ. അവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണോ? മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, കെ.എസ്.ആർ.ടി.സിയുടെ ടൂറിസം ബജറ്റ് പാക്കേജില് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ തന്നെ ഗവിയിലേക്ക് യാത്ര പോയ 38-അംഗ സംഘമാണ് വനത്തിൽ കുടുങ്ങിയത്. രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ ബസ്സിന് സാങ്കേതികമായി തകരാറ് സംഭവിക്കുന്നത്. പിന്നീട് കെ.എസ്.ആർ.ടി.സി വിവരം അറിയിച്ചു. മറ്റൊരു ബസ് ഇവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ച ബസ്സും തകരാറിലായത്. പിന്നീട് ഇവരുടെ യാത്ര അനിശ്ചിതത്വത്തിലാകുകയും മൂഴിയാറിന്റെ സമീപ ഭാഗങ്ങളിൽ വനത്തോട് ചേർന്ന ഭാഗങ്ങളിൽ രോഗികളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ ഈ വനമേഖലയിൽ കുടുങ്ങുകയായിരുന്നു. മണിക്കൂറുകളോളം വെള്ളമോ ഭക്ഷണമോ മറ്റോ ഒന്നുമില്ലാതെ കാട്ടിൽ പോയി ബസ്സിലുണ്ടായിരുന്ന ആളുകൾ. ഈ ഭാഗത്ത് മറ്റു കടകളോ അവശ്യ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഭാഗമാണ്, വനപ്രദേശമാണ്. കുട്ടികൾ ബസ്സിലുണ്ട്, രോഗികളായിട്ടുള്ള യാത്രക്കാരുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ആശങ്ക ഉളവാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. 11 മണിക്ക് ഈ ബസ് സാങ്കേതികമായി പ്രശ്നമുണ്ടാകുന്നു. ബസ്സിന് പ്രശ്നമുണ്ടായി കാട്ടിൽ ഒറ്റപ്പെടുന്നു. പിന്നീട് 4 മണിക്കൂറോളം ഇവർക്ക് ഈ കാട്ടിൽ തന്നെ കഴിയേണ്ട സാഹചര്യം വരുന്നു. പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞുണ്ടെന്നും ആനയുടെ ചിഹ്നം വിളി കേട്ടെന്നുമെല്ലാം ഈ ബസ്സിലുണ്ടായിരുന്ന വനത്തിൽ കുടുങ്ങിയ യാത്രക്കാർ പറയുന്നുണ്ട്. ചടയമംഗലത്ത് നിന്ന് ഗവിയിലേക്കുള്ള കെ.എസ്.ആർ.ടി.സി ടൂർ പാക്കേജ് രാവിലെ 11:30-ക്കാണ് ഈ മൂഴിയാറിലെ വനമേഖലയിൽ തകരാറിലാകുന്നത്. പത്തനംതിട്ട ഡിപ്പോയിലേക്ക് പലവട്ടം വിളിച്ചിട്ടും അനുകൂല മറുപടി ഉണ്ടായില്ല എന്നുള്ളതും യാത്രക്കാരുടെ പരാതിയാണ്. 3 മണി കഴിഞ്ഞാണ് ഈ ബസ്സിന് പകരം ഒരു ബസ് എത്തിയത്. ആ ബസ്സിൽ എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമില്ലെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടെങ്കിലും യാത്ര തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അതിന്റെ ക്ലച്ചിന് തകരാറുണ്ടായതോടെ ഈ രണ്ടാമതെത്തിയ ബസ്സും സാങ്കേതികമായി തകരാറിലായി അവിടെ യാത്ര മുടങ്ങി. പിന്നീട് 38 യാത്രക്കാർ വീണ്ടും ഈ വനമേഖലയിൽ കഴിഞ്ഞു. മണിക്കൂറുകളായി 4 മണിക്കൂറോളം അവർക്ക് കാട്ടിൽ കഴിയേണ്ടി വരുന്നു. ആഹാരം കഴിക്കാത്തവരും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാഹചര്യമില്ലാത്ത അവിടെ വലയുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ ഇടയിൽ നല്ല മഴയും കോടയും എല്ലാം ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ചുറ്റും ഇരുട്ടായതിനാൽ ബസ്സിൽ തന്നെ അവർ ഇരിക്കുകയുമായിരുന്നു. ആനയുടെ ചിഹ്നം വിളിയും കേട്ടുവെന്നും സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രായമായവരും ഒക്കെ ഭയന്ന് ഇരിക്കുകയാണെന്നുമാണ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പറയുന്നത്. എന്തായാലും എത്രയും വേഗം തന്നെ ഇനി ഇവരെ മടക്കി അയക്കുന്നതിന് വേണ്ടി ഒരു ബസ് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കെ.എസ്.ആർ.ടി.സി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ. മിഥുനൊപ്പം തന്നെ വലിയ ദുരിതത്തിൽ തന്നെയാണോ ഈ യാത്രക്കാരൊക്കെയും? കാരണം രാവിലെ മുതൽ തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു വനത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. ആനയുടെ ചിഹ്നം വിളി കേൾക്കാം എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. സ്വാഭാവികമായും വലിയ ആശങ്കയിൽ, ഭയത്തിലാണവർ. അവരെ കെ.എസ്.ആർ.ടി.സി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നായാലും ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കാനുള്ള അങ്ങനെ ഒരു ഇടപെടൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണോ യാത്രക്കാർ പങ്കുവെക്കുന്നത്? അവർ തന്നെയാണ് അവർ പറയുന്നത്. കാരണം 11:30-ക്ക് ബസ് കേടാകുന്നു. പക്ഷേ 4 മണിക്കൂർ പിന്നിട്ടിട്ടും ഇവരെ തിരികെ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒന്നും ഏർപ്പാടാക്കുന്നില്ല. പത്തനംതിട്ട ഡിപ്പോയിലേക്ക് പലവട്ടം പരാതി അറിയിച്ച് വിളിച്ചിട്ട് നടപടി ഉണ്ടാകുന്നില്ല. ഈ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് കുടുങ്ങിപ്പോകുന്നു. ഭക്ഷണം ലഭിക്കുന്നില്ല. കൃത്യമായി മരുന്ന് കഴിക്കുന്ന രോഗികളടക്കം ഈ ബസ്സിലുണ്ട്. അങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. ലഭ്യമല്ലാത്ത ഒരു പ്രദേശത്ത്, വന്യമൃഗങ്ങൾ ഭീഷണിയുള്ള ഒരു പ്രദേശത്ത്, കോടയും മറ്റും ഉള്ള മഴ ഉണ്ടായ ഒരു മേഖലയിൽ അവർക്ക് കഴിയേണ്ടി വരുന്നു എന്നുള്ളതാണ് ആശങ്ക ഉളവാക്കുന്ന കാര്യം. ഈ സമയത്താണ് 4 മണിയോടുകൂടി 3:30 രണ്ടാമത് ഇവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ബസ് എത്തുകയും ആ ബസ്സിന് ഒരു ക്ലച്ചിന്റെ പ്രശ്നമുണ്ടായി. അതിന്റെ യാത്രയും തടസ്സപ്പെടുകയും ചെയ്തത്. കെ.എസ്.ആർ.ടി.സി വിഭാഗത്തിൽ നിന്നുള്ള ജീവനക്കാർ പറയുന്നത്, കെ.എസ്.ആർ.ടി.സി ഉദ്യോഗസ്ഥൻ പറയുന്നത്, ആ ബസ് ഉപയോഗിച്ച് പരിചയമില്ലാത്ത ഡ്രൈവർ ആയിരുന്നു രണ്ടാമത്തെ ബസ് തിരികെ എത്തിക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോയത്. അതിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് രണ്ടാമത് പോയ ബസ്സിന് ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇവരെ തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ഒരു ബസ് അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് എന്നും കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങളിൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യവുമാണ് ഈ കെ.എസ്.ആർ.ടി.സി അധികൃതരിൽ നിന്നും ലഭിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ മുഴുവൻ ആളുകളെയും തിരികെ എത്തിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇരുട്ടാകുന്നു, വന്യമൃഗ ഭീഷണിയുണ്ട്, കോടയുണ്ട്, മഞ്ഞുണ്ട്. ഇതെല്ലാം വലിയ
ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളടക്കം ഈ ബസ്സിലുണ്ട്, അതും പ്രശ്നമാണ്. മറ്റു ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ വനമേഖലയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇവർക്ക് ഭക്ഷണ സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതും ആശങ്കയ്ക്ക് ഉളവാക്കുന്ന കാര്യമായി അവശേഷിക്കുകയാണ്. കെ പി. യെസ്, മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.